സുവിശേഷത്തിൻ ദീപ്തവെളിച്ചം മഹോന്നതമാം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ. വചനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് ബൈബിളിലുടനീളം കാണാൻ കഴിയും. സ്വർഗീയ മധ്യസ്ഥയായ അമ്മ, സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരമ്മ. സ്വർഗത്തിൽ ഇരിപ്പുറക്കാഞ്ഞ് ഭൂമിയിൽ അനേക സ്ഥലങ്ങളിൽ ഇപ്പോഴും അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം നൽകിക്കൊണ്ട് അമ്മ ഇന്നും ജീവിക്കുന്നുവെന്ന് നമ്മളെ അനേക വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സ്വർഗത്തിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ കാണുന്ന വലിയ ദൃശ്യമുണ്ട്. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. പരിശുദ്ധ അമ്മ വ്യക്തതയോടും സ്പഷ്ടതയോടും കൂടി വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മളിന്ന് അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നമുക്ക് അമ്മയോട് ചേർത്ത് വെച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിൻ്റെ വേദനകളിൽ നീ എപ്പോൾ വിളിച്ചാലും നിന്നോടൊപ്പം ഉണ്ടാകുന്ന ഒരാളുണ്ട്, പരിശുദ്ധ അമ്മ. അമ്മയോട് നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ എല്ലാ യാചനകളും നിൻ്റെ പുത്രൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഞെരുക്കങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ എന്നെ ഈശോയോട് ചേർത്ത് നിർത്തണമെന്ന് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എത്ര വെളിച്ചമറിയാം, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വെളിച്ചമറിയാം, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ
സ്നേഹിച്ചു നിന്നെ. പൂഞ്ചിറകേറി വന്നമ്മ സ്നേഹത്തുവാല നീട്ടി, വേച്ചു വീഴാതെ താങ്ങേകുന്ന കൃപയുടെ വേലിക്കെട്ടാണു സ്ലീവായെന്ന് നെറുകയിൽ പൊന്നുമ്മ തന്നുകൊണ്ടമ്മ സ്വർഗീയ ജ്ഞാനമേകി. ഈശോയെ നിന്റെ മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു. മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഏകുന്ന കരുതൽ തികയാതെ ഞാൻ തേങ്ങിയപ്പോ, മാതാപിതാക്കൾ ഏകുന്ന കരുതൽ തികയാതെ ഞാൻ തേങ്ങിയപ്പോ, പൈതലാമുണ്ണിയെ കയ്യിലേന്തി എൻ്റെ മാതാവൻ അരികിൽ വന്നു. മറ്റാരുമറിയാത്ത നൊമ്പരത്തിൽ ആത്മാവുരുകിടുമ്പോ, മാതാവിൻ പൊന്നുണ്ണി കൈനീട്ടി എൻ്റെ കണ്ണീർ തുടച്ചു മാറ്റി. ഓ എൻ്റെ ഈശോ, നിന്നമ്മയെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു. സ്വർഗീയ യാത്രയിൽ കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താ മലയുടെ വെരിമാറ് വരെ പുത്രനോടൊപ്പം നടന്നു നീങ്ങിയ ഒരമ്മയുണ്ട്. ശിമയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അത് മുതലെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ
ഇതെല്ലാം ദൈവഹിതമാണ് തൻ്റെ മകൻ അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ച് മകനോടൊപ്പം നടന്ന് മകൻ ചൊരിഞ്ഞ തിരുരക്തത്തുള്ളികൾ കോർത്തെടുത്ത് ജപമാലയാക്കി ഓരോ വിശ്വാസിയുടെയും കരങ്ങളിലേക്ക് തന്ന ഒരമ്മയുണ്ട്. അത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ പ്രാർത്ഥനകൾ പുത്രൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അവിടെ തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകമുണ്ടാകും. അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം, ദൈവത്തിൻ്റെ വലിയ കൃപ ഓരോ മക്കളിലേക്കും പറന്നിറങ്ങുന്ന സ്വർഗീയ നിമിഷമാണത്. ജപമാല മണികൾ മുഴങ്ങുമ്പോൾ സാത്താൻ ഓടി വിളിക്കും. കുരിശിൽ കിടക്കുമ്പോഴും യോഹന്നാനോട് പറഞ്ഞു, ഇത് നിൻ്റെ അമ്മയാണ്. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാണ് നിൻ്റെ മകൻ. അപ്പോൾ മുതൽ അവൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചുവെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അമ്മ നമുക്ക് പെറുക്കിത്തന്ന ആ തിരുരക്തത്തുള്ളികൾ ജപമാല മണികളാക്കി നമുക്കും ചൊല്ലാം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന്. അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുത്രൻ്റെ കൃപ വലിയ അഭിഷേകമായി നമ്മളിലേക്ക് പറന്നിറങ്ങും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ഗാനത്തോടൊപ്പം ഒന്ന് സഞ്ചരിക്കാം. ഒരു വലിയ കൃപയായി അഭിഷേകമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. കഥനം തിങ്ങുന്ന ഹൃദയവുമായമ്മ ഓരോ മണിമുത്തും കുനിഞ്ഞെടുത്തു. കഥനം തിങ്ങുന്ന ഹൃദയവുമായമ്മ ഓരോ മണിമുത്തും കുനിഞ്ഞെടുത്തു. ആ മണിമുത്തുകളിൽ നിന്നും ഒഴുകി ദൈവസ്നേഹത്തിൻ്റെ നറുസുഗന്ധം. ആ മണിമുത്തുകളിൽ നിന്നും ഒഴുകി ദൈവസ്നേഹത്തിൻ്റെ നറുസുഗന്ധം. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. പീഡകളോർത്തമ്മ കണ്ണീരു തൂകി ജപമോടെ മണിമുത്തു കൊരുത്തെടുത്തു. പീഡകളോർത്തമ്മ കണ്ണീരു തൂകി ജപമോടെ മണിമുത്തു കൊരുത്തെടുത്തു. വൈഡൂര്യമണികൾ ജപമാലയാക്കി സമ്മാനമായമ്മ എനിക്കു നൽകി. വൈഡൂര്യമണികൾ ജപമാലയാക്കി സമ്മാനമായമ്മ എനിക്കു നൽകി. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു.
സഹനങ്ങളേറുന്ന നേരമൻ മനസ്സിൽ മൃദുവായി ജപമാല ചൊല്ലിടുമ്പോൾ, സഹനങ്ങളേറുന്ന നേരമൻ മനസ്സിൽ മൃദുവായി ജപമാല ചൊല്ലിടുമ്പോൾ, ദൈവിക ശാന്തി തൻ നിർമ്മലദാനം നല്ല മാതാവെന്നിൽ പകർന്നു നൽകും. ദൈവിക ശാന്തി തൻ നിർമ്മലദാനം നല്ല മാതാവെന്നിൽ പകർന്നു നൽകും. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 15-ാം തിരുവചനം. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലമൊഴുക്കി, എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. ഭൂമി പിളർന്ന് ആ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. കണ്ണിലൂടെ രക്തമൊഴുകിയിറങ്ങിയാൽ പിന്നീട് കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. എങ്കിൽ പോലും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് തൻ്റെ അമ്മയെ വ്യക്തമായി കണ്ട തമ്പുരാനുണ്ട്. ഓരോ വിശുദ്ധ ബലി കഴിയുമ്പോഴും തമ്പുരാൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: മകനെ, എൻ്റെ ബലി പൂർത്തിയായി. ഇപ്പോൾ ഈ നിൽക്കുന്ന അമ്മ ഇനി മുതൽ നിൻ്റെ അമ്മയാണ്. ഇതോരോ വിശുദ്ധ ബലിയിലും സഭയിലൂടെ ദൈവം നമ്മളോട് പറയുന്ന കാര്യമാണ്. നമുക്ക് അവളെ കുടുംബത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള വലിയ അവകാശം നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് സ്വീകരിക്കാറില്ല. അമ്മ ആരാണെന്നുള്ള സത്യം പോലും നമുക്കറിയില്ല. പലപ്പോഴും പലരും ചോദിക്കുമ്പോൾ വ്യക്തതയില്ലാത്ത ഉത്തരങ്ങൾ പറയുന്ന നമ്മുടെ വിശ്വാസമാണ്. പക്ഷേ കർത്താവ് പറയുന്നു, ഇത് നിൻ്റെ അമ്മയാണ്. ഇനി മുതൽ ഇത് നിൻ്റെ സ്വന്തം അമ്മയാണ്. ആ അമ്മയെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം, നമ്മുടെ മനസ്സോട് ചേർത്ത് വയ്ക്കാം, നമ്മുടെ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. അമ്മ നമ്മളെ ഈശോയിലേക്ക് നയിക്കും. നമ്മുടെ കഷ്ടപ്പാടുകളിലും വേദനകളിലും അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ട്. ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിൽ. അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും നിഷ്ഫലമായി പോകില്ല. കാരണം അത്രമാത്രം അമ്മയെ സ്നേഹിച്ച ഒരു പുത്രനാണ് ഈശോ. സ്നേഹരാഗം വീട്ടുന്ന മണിവീണയാണ് അമ്മേ നീ. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ, ഒരു കുഞ്ഞിൻ്റെ സ്നേഹത്തോടെ നമുക്ക് ആ അമ്മയുടെ മടിയിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പാടി പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളെയും ഈശോയിലേക്ക് വളർത്തണമേ എന്ന് നമുക്ക് ഈ ഗാനത്തോടൊപ്പം പാടി അമ്മയുടെ മാതൃകരങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ നെഞ്ചോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കീർത്തനധാര ചൊരിയും നാദമാണു നീ. സ്നേഹമാം പ്രശോഭ വിതറും താരമാണു നീ. സ്നേഹശീതളമാരി പൊഴിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ,
നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. എഴുതിയാലും തീരാത്ത കവിതയാണു നീ, പാടിയാലും തീരാത്ത ഗാനമാണു നീ, മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ, മാനവർക്കു സ്വർഗലോക വാതിലാണു നീ. എഴുതിയാലും തീരാത്ത കവിതയാണു നീ, പാടിയാലും തീരാത്ത ഗാനമാണു നീ, മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ, മാനവർക്കു സ്വർഗലോക വാതിലാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. ഈ പ്രപഞ്ചമനോജ്ഞ തേജസ്സിനാഴമാണു നീ, നിത്യജീവനിലാശ നൽകും സ്നേഹദീപം നീ, സ്ത്രീത്വമെന്ന വിശുദ്ധി തന്നുടെ അർത്ഥമാണു നീ, ത്രിത്വമേക സ്വരൂപനായി മഹത്വമേകി നീ. ഈ പ്രപഞ്ചമനോജ്ഞ തേജസ്സിനാഴമാണു നീ, നിത്യജീവനിലാശ നൽകും സ്നേഹദീപം നീ, സ്ത്രീത്വമെന്ന വിശുദ്ധി തന്നുടെ അർത്ഥമാണു നീ, ത്രിത്വമേക സ്വരൂപനായി മഹത്വമേകി നീ. സ്നേഹരാഗം നീട്ടിടും മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ, സ്നേഹമാം പ്രശോഭവിതറും താരമാണു നീ, സ്നേഹശീതളമാരി പൊഴിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ.
ഇതൊക്കെയാണ് കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ എന്നെ ഏൽപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട അമ്മ. ഈ അമ്മയോട് ചേർന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന